നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു കുഴിമന്തി കഴിക്കാനുള്ള പൈസ ഞാൻ തരാം. ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഏകദേശം 12 ദിവസമായി. ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലുള്ള ഡ്രോണിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത്. സമയത്താണ് ഒരുപാട് പേര് നമ്മളോട് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഒരു ഡ്രോൺ വാങ്ങിച്ചപ്പോൾ മിനി ഡ്രോൺ വാങ്ങാനായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മിനി ഡ്രോൺ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴാണ് ഈ കാണുന്ന ഒരു പ്രോഡക്റ്റ് കാണുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ എടുത്തിട്ട് വരാം. സോ നിങ്ങൾക്ക് ആ ഒരു കുഴിമതി കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. സോ ഇതൊരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമുക്ക് ഈ പേയ്മെന്റ് കാര്യങ്ങളും കിട്ടുക. സോ ഇതൊരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കേണ്ട ഒരു ആവശ്യം ഒന്നുമില്ല. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ റഫർ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു റഫറൽ എമൗണ്ട് കിട്ടും. അത് 100 രൂപയായിരിക്കാം, 80 രൂപയായിരിക്കാം, എങ്ങാനും, പക്ഷേ ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ എന്തായാലും കിട്ടും. സോ ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് വിൻസോ എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ നമ്മുടെ MS ധോണിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഈ ആപ്ലിക്കേഷൻ ത്രൂ ഞാൻ അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ റഫർ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ലിങ്ക് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് അയച്ചു കൊടുക്കും, അവർ ആ ലിങ്ക് ത്രൂ കയറും. അപ്പോൾ എനിക്ക് 80 രൂപ അല്ലെങ്കിൽ 100 രൂപ കിട്ടും. സോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് എന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ റഫറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു റഫറൽ ലിങ്ക് എടുക്കുക. ആ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും അയച്ചു കൊടുക്കുക. കൂട്ടുകാരും വീട്ടുകാരും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ 80 രൂപയോ 100 രൂപയോ എത്ര കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ വഴിയൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ കാരണം ഇതിനെ ബ്രാൻഡ് അംബാസിഡർ MS ധോണിയെ കാരനാണ്. സോ അത്യാവശ്യം ട്രസ്റ്റബിളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസ് കാര്യങ്ങൾ കളിക്കുന്നത് ഞാൻ എവിടെയും പറയില്ല, അത് പൈസ വെച്ചിട്ട് കളിയാണ്. സോ സൂക്ഷിച്ചും കണ്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് റഫർ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ജസ്റ്റ് കയറുക, റഫർ ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഒരു കുഴിമന്തി ഞാൻ കഴിക്കുക. ഇത് ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നിങ്ങളും കൂടിയും അത് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞതാണ്. സോ ജസ്റ്റ് റഫർ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. സോ ഗൈസ്, ഇവനാണ് നമ്മുടെ മിനി ഡ്രോൺ വിത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കാണിച്ചു തരാം. സോ നമ്മുടെ ഈ ഒരു സെറ്റപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ജസ്റ്റ് കമൻറ്റ് അടിച്ചോളൂ. സോ ഇനി ഇവിടെ വീഡിയോ എടുക്കണോ, അതോ നമുക്ക് പഴയ പോലെ നമ്മുടെ ടെറസിൻ്റെ പോലെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് അടിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോസിൻ്റെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുക. സോ നിങ്ങൾ പറയാം. ഒരുപാട് പേര് നമ്മുടെ ചോദിച്ച സംഭവമാണ് നമ്മൾ ഗെയിമിംഗ് ചാനലൊക്കെ തുടങ്ങി കൂടിയെന്ന്. പക്ഷേ ഞാൻ തൽക്കാലം ഒരു ഗെയിമറോ കാര്യങ്ങളൊന്നുമല്ല. ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാലും എന്ത് ഗെയിം സ്ട്രീം ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആ കൂടി കളിക്കുന്നത് നമ്മുടെ RDR2 എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമാണ്. PUBG കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു ഗെയിമിംഗ് സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ ഇല്ല. ലൈവ് സ്ട്രീം ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭാവിയിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അത്യാവശ്യം ഗെയിമും കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് മാത്രം. എന്തൊക്കെയായാലും നമ്മുടെ ബോട്ടല്ല, ഇത് ഒരു ഡ്രോണാണ് സംഭവം, പക്ഷേ ബോട്ട് പോലെ ഉണ്ട്. ഇതൊക്കെ ഒരു 3-in-1 ഐറ്റാണ്. സോ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം നമ്മുടെ ബോക്സ് നോക്കാം. ബോക്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ബോട്ടിന്. അതേപോലെ തന്നെ ഇവിടെ ഡ്രോണിൻ്റെ നമ്മുടെ ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ട് ഇവിടെ 3 ആണ് ഇവിടെ ഉള്ളത്. റേഡിയോ കൺട്രോൾ സിസ്റ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കളർ മാറി വന്നിട്ടുണ്ട്. ഷോപ്പിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ എന്തൊക്കെയായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് ഇവിടുത്തെ നമ്മുടെ സെലോ ടേപ്പ് ഒന്ന് മുറിച്ചാൽ മാത്രം മതി. ഓക്കെ. പാക്കിംഗ് ഒക്കെ ഒരുമാതിരി അയക്കാനാണ് വന്നിട്ടുണ്ട്. ഇരുന്നാലും കുഴപ്പമില്ല, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. എൻ്റെ മോന് തീരെ ഒട്ടും വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മുടെ ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ വരുന്നത് നോക്കാം. ഒരു യൂസർ മാനുവൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യൂസർ മാനുവലിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ വന്നിട്ടുണ്ട്. ഈ റിമോട്ട് കൺട്രോൾ എന്താ പറയുക, ഈ 3-in-1 എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യത്തിനും ഒറ്റൊരു റിമോട്ട് കൺട്രോളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു ചാർജിങ് കേബിളും പിന്നെ നമ്മുടെ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലേഴ്സ് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ ഇത്ര ഐറ്റംസൊക്കെയാണ് നമ്മുടെ ഈ പെട്ടിയിൽ വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതെന്താ ഐറ്റം എന്നും ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് ഇങ്ങനെ വിടിയിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ഐറ്റം കിട്ടും. ഇത് ആദ്യം നമ്മുടെ ഇതാണ് ഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഡ്രോണ് ഇവിടെ നമുക്ക് വിടിയിക്കാൻ പറ്റും. സോ ഇവിടെ നിന്ന് ഇങ്ങനെ വിടിയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ മാത്രമായിട്ട് കിട്ടും. കണ്ട ചെറിയ മിനി ഡ്രോൺ കിട്ടും. ഇത് 2 എടുത്തു കഴിഞ്ഞാൽ ഇത് 2 സെപ്പറേറ്റ് ആവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കാറ് പോലെ ഉണ്ട്, അവിടെ കാറിൻ്റെ ടയറും കാര്യങ്ങളും. സോ ഇത് കാറ് പോലെ ഓടിക്കാൻ പറ്റും, എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഇത് ഡ്രോൺ മാത്രമായിട്ട് നമുക്ക് പറത്താൻ പറ്റുന്നതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ ഓടിക്കുന്നെങ്കിൽ ഇതും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ അതാണ് നമ്മുടെ ഐറ്റം 3-in-1 എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ബാറ്ററി ഇട്ട് കൊടുക്കണം. സോ അതെന്തായാലും ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ബാറ്ററിയും കാര്യങ്ങളും എടുക്കാം. സോ നമ്മുടെ ബാറ്ററീസ് ഇവിടെയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഒരു ടേബിൾ എന്ന് പറയുന്നത്. ഭയങ്കര അലങ്കോലാണ് എനിക്കറിയാം, പക്ഷേ നമ്മൾക്ക് ഇപ്പോഴും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ പെട്ടെന്ന് പെരുമാറാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാം ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡ്രോണിൽ ഞാൻ ഓൾറെഡി ചാർജും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ഐറ്റം ഭയങ്കര എന്താ പറയുക മിനി ഐറ്റംസ് ആണ്. സോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. സോ ഇത് ഓണാക്കി കൊടുത്താൽ നമ്മുടെ ഡ്രോൺ ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഇതിലും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡ്രോൺ ഇത് കണക്ട് ആകുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട കണക്റ്റായി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കണക്ട് ആവുക. സോ ഇതേ നമ്മുടെ ഡ്രോൺ ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് മുകളിലേക്ക് പൊന്തിക്കാൻ പോവാൻ ഞാൻ സൂക്ഷിച്ച് വയ്ക്കോ. ഓ സോ ഇത്രയും ചെറിയൊരു ഡ്രോൺ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഒരു വട്ടം കൂടി നമുക്ക് പൊന്തിക്കാം. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടത് നമ്മുടെ ഒരു ഡ്രോണിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാർ എടുത്തിട്ട് ലൈക്ക് കാർ എന്ന് പറയുമ്പോൾ ഈ റൈറ്റ് ആണ്. സോ ഇതെങ്ങനെയാണ് വർക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ RC കാറോട് വെച്ചിട്ടുണ്ട്. ടയറില്ലാത്ത കാറാണ്, പക്ഷെ ഇത് പോണ പോയിക്കോട്ടാ. എൻ്റെ മോനെ സീന് വരണോ. ഓ പക്ഷെ നമ്മുടെ ഈ കാറിന് നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഫ്രണ്ടോട്ട് പോവും, സൈഡ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ സൈഡോട്ട് പോവും. വേണ്ട ഓഫ് നല്ല കാറ്റുണ്ട്. ഇതേ തന്നെ നമ്മുടെ ഡ്രോൺ ഉടയ്ക്കുമ്പോൾ ഈ ഡ്രോണിൻ്റെ ഈ ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ കാർ ഓടുന്നത്. ഇതിലുള്ള ഇനി അടുത്ത ഫങ്ഷൻസ് ഒക്കെ വർക്കാവോ എന്തോ ആയിട്ട് വിചാരിക്കുന്ന പോലെ അല്ല. നല്ല സ്പീഡിലാണ് പോണത്. നോക്കിയോ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അവിടെ നിന്ന് തിരിച്ചു വരുന്ന സ്പീഡുകൾ നോക്കിയോട്ടോ. ഓക്കെ ലെറ്റ്സ് ഗോ 1 2 3. ഞാൻ നമ്മുടെ ഡ്രോൺ മാത്രമായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. സോ ഇത്രയും ഒരു ഓപ്പൺ സ്പേസിൽ പറപ്പിച്ച് നോക്കാം. നമ്മുടെ ഇതിൽ ചാർജ് കുറവാന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രോൺ ഇവിടെ അടിപൊളിയായിട്ട് വർക്കുണ്ട്. നല്ല രസമാണ് കളിക്കാനായിട്ട്. കാരണം ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അധികം അപകടം ഉണ്ടാവുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വാവ് നൈസ് അടിപൊളി. നിങ്ങളൊരു ഡ്രോൺ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡ്രോൺ പറപ്പിച്ച് പഠിക്കാനൊക്കെ അടിപൊളിയാണ്. ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ എന്ന് പറയുന്നത്. അത് അത്യാവശ്യം വലിയ ഡ്രോണാണ്. സോ ഈ ഡ്രോണും ഈ കാണുന്ന നമ്മുടെ കയ്യിലുള്ള ഈ കുഞ്ഞൻ ഡ്രോണും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇതേ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഐറ്റം നമ്മുടെ തലയിൽ വീണ അത്യാവശ്യം പരിക്കും കാര്യങ്ങളൊക്കെ ചില പറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഒരു കുഴപ്പമുണ്ടാവില്ല. നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ബോട്ട് ഓടുന്നുണ്ടോയെന്നാണ്. സോ പുറത്ത് നല്ല മഴയാണ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്തൊരു നമ്മൾ വീഡിയോ ചെയ്യാൻ പോകാറുള്ള ഒരു തോട് പോലെ സ്ഥലമുണ്ട്. സോ അവിടെ പോയിട്ടാണ് നമുക്ക് ഓടിക്കാൻ നോക്കുന്നത്. ഗായ്സ് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകുവാണ്. ഗായ്സ് അപ്പോൾ നമ്മുടെ കടവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. സോ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റോടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ മെയിനായിട്ട് ഡ്രോൺ വെച്ചിട്ടാണ് നമ്മുടെ ഇത് ഓടുന്നത്. കേട്ടാ ഡ്രോൺ ഓടിപ്പിക്കുന്നുണ്ട്. സോ ഈ ഡ്രോണിൻ്റെ പവറിലാണ് നമ്മുടെ ഇത് നീങ്ങി പോവുക. ഗായ്സ് അപ്പോൾ നമ്മുടെ ഡ്രോണും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഗായ്സ് അപ്പോൾ ഇതേ നമ്മുടെ ബോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സോ നമ്മുടെ ഡ്രോൺ ബോട്ട് ഇത് ഓടിക്കുക. എൻ്റെ മോനെ സീനൈറ്റം. ഗായ്സ് നമ്മുടെ ബോട്ട് ഇവിടെ വരുന്നുണ്ട്. ഗായ്സ് ഇതാണ് നമ്മുടെ ഐറ്റം. വാവ് അപ്പോൾ നമ്മുടെ ഐറ്റം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്